എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പലപ്പോഴും പറയും ഒന്നില്ലെങ്കിൽ ചായക്കട ഐറ്റം അല്ലെങ്കിൽ സ്നാക്ക് ഐറ്റം അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് പറയും. പക്ഷേ ഇന്നത്തെ എന്താണ് ചായക്കട ഐറ്റം അല്ല, വീട്ടിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണോ അതുമല്ല. ഇത് നമ്മുടെ തട്ടുകടയിൽ, എല്ലാ തട്ടുകടയിലും ഇല്ല, ചില തട്ടുകടകളിൽ കിട്ടുന്ന ഒരു ഐറ്റമാണിത്. ഞാൻ ചില തട്ടുകട എന്ന് പറഞ്ഞത് വളരെ കാര്യമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ വന്ന് കുറച്ച് തട്ടുകടകളിലൊക്കെ പോയി, അവിടെ ഒന്നും ഈ സാധനം ഇല്ലായിരുന്നു. ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ അതെല്ലാം ഉണ്ടായിരുന്നു, ഈ ഐറ്റം ഇല്ലായിരുന്നു. അത് പൊതുവെ ആൾക്കാർ കഴിക്കാത്തത് കൊണ്ടാണോ കാശ് കൂടുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ സുലഭം അല്ലാത്ത ഒരു സാധനമാണ്, ഒരു ഐറ്റമാണ്, ഒരു വിപ്ലവമാണ്. എന്താണെന്നല്ലേ? എന്താണിത്? കോഴിക്കുഞ്ഞ്. ആരെങ്കിലും കോഴിക്കുഞ്ഞിന് ഫ്രൈ ചെയ്യും? ഇത് കാട. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ്. കാട ഫ്രൈ അഥവാ ക്വെയിൽ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എൻ്റെ രീതിയിലുള്ള, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ രീതിയിലുള്ള കാട ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കാട ഫ്രൈ ചെയ്യുന്നതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത്: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, നമ്മുടെ സ്വന്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ സ്വന്തം ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി. ഇത്രയാണ് നമ്മൾ കാട മാരിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് പുളി ചേർക്കണമെങ്കിൽ, ഇപ്പൊ ഇതിൽ കുറച്ച് വിനാഗിരി ഉണ്ട്, അതുകൂടാതെ കുറച്ചുകൂടെ പുളി വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീര് കുറച്ചൊഴിക്കാം. ഫ്രൈക്ക് ഒരു ചെറിയൊരു ടാങ്ങിനെസ് ഉള്ളത് നല്ലതാണ്. ഞാൻ മാരിനേറ്റ് ചെയ്ത് കാട കുറച്ചു നേരം മാറ്റി വെച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു സോട്ട ഉണ്ട്. സോട്ട എന്ന് പറഞ്ഞാൽ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടെ നമ്മൾ സോട്ട ചെയ്തെടുക്കും കാട ഫ്രൈ ചെയ്ത എണ്ണയിൽ. എന്ന് വെച്ചാൽ കാട ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് മുരിയൊക്കെ കിടക്കും. അപ്പൊ അതിൽ ഞാൻ ഇത്രയും സാധനം ഫ്രൈ ചെയ്തെടുക്കും. അതായത് ഉള്ളി, കറിവേപ്പില, പച്ചമുളക് കീറിയിടും, ഇതൊന്ന് ഞെരടിയിടും, ഇതും ഞെരടിയിടും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 750 ഗ്രാം കാടയുണ്ട്. അപ്പൊ അതിന് ഒരു ഉള്ളി മതിയാവൂല, അതുകൊണ്ട് ഞാൻ 2 or 3 ഉള്ളി ഉപയോഗിക്കുന്നുണ്ടാവും. അത് സ്ലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിടും. അപ്പൊ അതാണ് കാട ഫ്രൈയിന്റെ റെസിപ്പി. ഇനിയിപ്പോ കാട എങ്ങനെ തയ്യാറാക്കാം എന്ന് ഞാനിപ്പോ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കാട. ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇവിടെ നടുവേ ഒന്ന് പിളർക്കും. അപ്പം നമ്മുടെ മസാലയ്ക്ക് നല്ലോണം പുരട്ടാൻ പറ്റും. ഇതതിൻ്റെ കുഞ്ഞ് ഹൃദയമാണ് കേട്ടോ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മസാലയ്ക്ക് അതിനകത്തിട്ട് കയറും. പിന്നെ ഞാൻ ചെയ്യുന്നത്, പറ്റുമെങ്കിൽ 1, 2, 3 അങ്ങനെ ഒന്ന് തൊലി ഒന്ന് പോക്ക് ചെയ്ത് കൊടുക്കുക. മാരിനേഷൻ അങ്ങോട്ട് അകത്തോട്ട് കയറാനായിട്ട് ഇത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും പുറത്തെ തൊലി മാത്രമല്ല, മസാല പിടിച്ചിരിക്കുന്ന അകത്തോട്ടും പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കണം. നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം, പുറത്ത് വെക്കരുത്. ഫ്രിഡ്ജിൽ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വയ്ക്കാവുള്ളൂ. മീറ്റ് ഐറ്റം, പ്രത്യേകിച്ചും കോഴികൾ, പോൾട്രി അധിക നേരം പുറത്ത് വയ്ക്കാൻ പാടില്ല. ഒരു മീറ്റും അധികം നേരം പുറത്ത് വയ്ക്കാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ചും ഈ കോഴി ഐറ്റംസ് പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ, കേരളത്തിലാണെങ്കിലും കടയിൽ നിന്ന് ഇറച്ചി മേടിച്ചുകൊണ്ടിരുമ്പോൾ കോഴി ഇറച്ചിയാണെങ്കിൽ പറ്റുമെങ്കിൽ അന്നേരം തന്നെ കഴുകി ഒന്ന് പേപ്പർ ഒഴിച്ച് തുടച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. അങ്ങനെ കയറ്റി വയ്ക്കാം. പക്ഷെ അങ്ങനെ കയറ്റി വെച്ചാലെന്ന് വെച്ചാൽ വന്നതെല്ലാം അഴുക്കുമെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണെങ്കിലും ചിലപ്പം കുറെ അകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതൊന്ന് കഴുകി ഒന്ന് തുടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിത് ബാക്കിയും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മാരിനേഷൻ ചെയ്യുന്ന കാണിച്ചു തരാം. മാരിനേഷൻ്റെ കൂട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിച്ചതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. കാണിച്ചത് അതിൻ്റെ എന്തൊക്കെ എടുക്കണത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത്രയും കാടയ്ക്ക് മുഴുവൻ വേണ്ടി വരത്തില്ല, ഇല്ല, ഒരു പാകത്തിന് നല്ലോണം പിടിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് നോക്കട്ടെ. ഉപ്പൊക്കെ പുളിരസം ഉണ്ട്, ഉപ്പ് ലേശം കൂടെ ആകാം. എന്താ വെച്ചാൽ എല്ലാത്തിനും പിടിക്കണമല്ലോ. ഉപ്പിട്ടു. ഇനി ഇതിന്റെ കൺസിസ്റ്റൻസി, നമ്മൾ പുരട്ടുമ്പം എല്ലായിടത്തും പറ്റി പിടിക്കണം. പിന്നെ നമ്മൾ ആ ഹോൾസ് കേട്ടില്ലേ, അതിനകത്തൂടെ കയറാനും പറ്റണം. നമ്മൾ എന്താന്ന് വെച്ചാൽ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം ഇതിന്റെ മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ലൂസ് അല്ലെങ്കിൽ നമ്മൾ പുരട്ടും, അതാ പുറത്ത് തന്നെ ഇരിക്കും, അകത്തോട്ട് വലിയൂല. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഫുള്ള് പുറത്ത് പോവുകയും ചെയ്യും, പുറത്തൊന്നും നല്ല എണ്ണയിലോട്ട്. അതാ ഈ കൺസിസ്റ്റൻസി ഓക്കെയാണ്. ടേസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എരിവും ഒരുമാതിരി ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ഇത് സോട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് പച്ചമുളക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേറ്റ്. ഇനി പെരട്ടാം മാരിനേറ്റ് പെരട്ടാം. എടുത്തേച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ കാട മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്.
എന്താ കുളിപ്പിച്ച് നിർത്തിയപ്പോൾ ഒരു ഡിഫറൻസ് കണ്ടോ? നന്നായിട്ടില്ലേ? വറക്കുമ്പോൾ ഇതിന് സൂപ്പറാണ് കേട്ടോ. ഇയാളെ ചെയ്തയാളെ മാറ്റി വെച്ചിട്ട് ബാക്കിയും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് ആയിരുന്നു നമ്മുടെ മാരിനേഡ്. ഫുള്ള് ഉപയോഗിച്ചു. ഇനിയിപ്പം ഒരു ലേശം പറ്റിപ്പിടിച്ചിരുന്ന ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെയൊക്കെ തിരിച്ചെടുത്ത് അതിനകത്തോട്ടിടും. എന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും. പറ്റാത്തടത്തൊക്കെ പറ്റിക്കോട്ടെ. പറ്റിക്കൽ പ്രസ്ഥാനം എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇരുന്ന് പിടിക്കണം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ചെറിയൊരു ടീ ബ്രേക്ക്. കാട വറുക്കാൻ പോണ്. എണ്ണ ചൂടായി നോക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഹൈ ഹീറ്റ് വേണ്ട, ഒരു മീഡിയം അല്ലെങ്കിൽ ലോ മീഡിയം ഹൈ ഹീറ്റാണ് വേണ്ടത്. ചില പുറം കരിയരുത്. നമ്മുടെ കോഴികൾ ഇവിടെ ഇരിക്കുന്നു. ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട് മാരിനേറ്റ് ചെയ്യുന്നു. ഇത് നെഞ്ചും വിടർത്തി ഇട്ട് കൊടുക്കാം. എണ്ണ തെറിക്കരുത്. അപ്പൊ 3 എണ്ണം ഉറക്കാണ്, ബാക്കി 3 പിന്നെ അടുത്ത ഒരു ബാച്ചിൽ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. താഴെയുള്ള വശം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പൊക്കത്തിലുള്ളതും കൂടെ ഒന്ന് മുരിയട്ടെ. പൊട്ടിത്തെറിക്കുന്നു. വോൾക്കാനോ, അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. എണ്ണകൾ അവിടെയും ഇവിടെയും തെറിച്ചു. എന്നിട്ടും കാടക്കോഴി അനങ്ങിയില്ല. നമുക്ക് എണ്ണ ഫുള്ളില്ലാത്തത് കൊണ്ട് മുഴുമുങ്ങി കിടക്കുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്വിം ചെയ്യാൻ സഹായിച്ചു കൊണ്ടുകൊണ്ടിരിക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. അതുകൊണ്ട് കട്ടിംഗ് കോസ്റ്റ് ഡൗൺ. കാനഡയുടെ സ്വന്തം കനോള ഓയിൽ. ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ ചെറി മരത്തിൽ 2 ചെറി പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ചെന്ന് പറിച്ചു. നോക്കട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. വാവ്. അധികം ഉണ്ടായില്ല തോണ ഉണ്ടായാലും കിളി കൊണ്ടുപോയി തോന്നുന്നു. എന്നാലും നല്ലതാ. ഇനിയും കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇത് ഫ്രൈ ആയിട്ട് ക്യാമറ എടുത്തുകൊണ്ട് പോയിട്ട് വീഡിയോ എടുക്കാം. 3 ഉള്ളൂ, അറിയില്ല. ഒന്നുകൂടെ തിരിയാം. ഏകദേശം ഒരു എത്ര മിനിറ്റായി? ഒരു 6-7 മിനിറ്റായി ഫ്രൈ ചെയ്യുന്നു. ഫുൾ എണ്ണയിൽ മുങ്ങി കിടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-12 മാക്സിമം 15 മിനിറ്റ് കൊണ്ട് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഒരുപാട് മൊരിയണ്ട. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് അധികം ഇറച്ചിയില്ല, എല്ലാണ് കൂടുതലുള്ളത്. അപ്പം അത് മൊരിഞ്ഞ് പോയാൽ അത്രയും കൂടെ ഇറച്ചി കുറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് പുറം മൊരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. കാലും പൊക്കി വെച്ചാൽ കിടക്കണത്. പറഞ്ഞാൽ കേൾക്കൂല. എന്ത് ചെയ്യാനാ? ചത്തുപോയില്ലേ. പിന്നെ വേണമെങ്കിൽ ഇരുത്തി പൊരിക്കാം, പക്ഷെ എല്ലാം കൂടി ഇരിക്കൂല. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് മുരിച്ചെടുക്കണം. എന്താ ഇപ്പൊ ഇത്രയും കാര്യമായിട്ട് ചീറ്റുന്നത്? ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ 10-11 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 12 മിനിറ്റ് മാക്സിമം 15. അത് എണ്ണയുടെ ചൂടനുസരിച്ചിരിക്കും കേട്ടോ. ഇപ്പോൾ അയാൾ പറഞ്ഞു 15 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഹൈ ഹീറ്റിലിട്ടേച്ച് 15 മിനിറ്റ് മുരിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കറുത്ത കോഴിയായിട്ട് തിരിച്ചു വരും. പറയും, എന്താ ഇയാൾക്ക് ടൈമിംഗ് ഒന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ ചുമന്ന് വരും. അത് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞത് മീഡിയം അല്ലെങ്കിൽ ലോ മീഡിയം ഹൈ ആണ് എണ്ണയ്ക്ക് വേണ്ടത്. പുറമൊക്കെ നല്ല ഗോൾഡൻ ആയി വരുന്നുണ്ട്. രണ്ടിൻ്റെ കൂടെ കാലെ പിടിച്ചടിക്കണം. മുങ്ങാങ്കുഴിയിടൂ കാടേ. മുങ്ങാങ്കുഴിയാണോ മുങ്ങാങ്കുളിയാണോ അറിയാമെങ്കിൽ കമന്റ് ഇടൂ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന മുങ്ങാങ്കുഴി ഇടാന്ന്. കുഴി കുളിക്കുമ്പോഴാണ് മുങ്ങാങ്കുളി ഇടുന്നത്. അപ്പോൾ മുങ്ങാങ്കുളിയാണോ മുങ്ങാങ്കുഴിയാണോ? അപ്പോൾ ഇത് 12 മിനിറ്റായി കിടക്കുന്നു. എടുക്കാറായി. പേപ്പർ ലൈൻ പാത്രത്തിലോട്ട് ഓരോന്നിൻ്റെയും കാല് പിടിച്ച് തൂക്കി ഒരു ഷേക്ക്. എണ്ണ പോട്ടെ. എന്നിട്ട് കമഴ്ത്തി വയ്ക്കുക. കാട വറുത്തത്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടെ ചെയ്തിട്ട് നമുക്ക് ഉള്ളി സോട്ടേ ചെയ്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അടുത്ത ബാച്ച് ചെയ്തിട്ട് കാണാം. കാട എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പുറം നല്ല ഒരുമാതിരി ക്രിസ്പി ആയിട്ടുണ്ട്. കാട എല്ലാം വറുത്ത് കഴിഞ്ഞു. പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അകത്ത് നല്ല സോഫ്റ്റ് ഉണ്ട്. ഇനി ഇത് നമ്മൾ ഉള്ളി സോട്ടേ ചെയ്തിട്ട് മിക്സ് ചെയ്യണം. ഉള്ളി സോട്ടേ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്,
പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ആദ്യമേ പറയാൻ മറന്നുപോയത് ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ കാട വറുത്ത എണ്ണയാണ്. അതിൻ്റെ മുരിയൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ ആൾറെഡി ചൂടായിട്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു. നോക്കട്ടെ, ഒരുമാതിരി ചൂടായിട്ടുണ്ട്. ആദ്യമേ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. നമ്മൾ ഉള്ളി എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നല്ലോണം ഞെരടി ഇടുന്നു. ഇപ്പോൾ കണ്ടാത്തൊന്നും ഉള്ളി കുറച്ച് കൂടുതലാണെന്ന്, പക്ഷെ ആ ഉള്ളി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളി ഒന്ന് ചൂടായിട്ടുണ്ട്. കരിവേപ്പില ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ഫ്ലേവർ വരും. അപ്പോൾ ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ച് ഒന്ന് തിരിഞ്ഞ് ഒന്ന് മുറിച്ച് ഇവിടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളകും. ഇനി ഈ മിക്സറിൽ ചിലപ്പം കുറച്ച് ഉപ്പിടേണ്ടി വരും. ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാട വറുത്തതിൻ്റെ മുരി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് ഉപ്പ് എന്തൊക്കെയായാലും എണ്ണയിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് മതിയാവൂന്ന് നോക്കണം. പോരെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇത് വെച്ചാ ഇളക്കുന്നേ? ഇത് വെച്ചല്ലല്ലോ ഇളക്കേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ. കൊല്ലവന് പുല്ലും ആയുധം എന്ന് പറഞ്ഞ പോലെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വേണമെങ്കിൽ ഒരു കഷ്ണം ഉള്ളി എടുത്ത് തിന്ന് നോക്കാം. വേണം, ഒരു ലേശം ഉപ്പ് വേണം. അധികം വേണ്ട. മുളക് ഒന്ന് ചതച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അസത്തല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സത്ത് ഇറങ്ങട്ടെ. ഇപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നത് ഒരു മീഡിയം ഹീറ്റിലാണ്. മീഡിയം ഹൈ. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളി ആദ്യം ഇട്ടപ്പോൾ തോന്നി ഒരുപാടുണ്ടെന്നല്ലേ. ഒന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് അധികം ഇല്ല. കറക്റ്റ് 6 കാടയ്ക്ക് പറ്റിയ ഉള്ളിയാണ്. ഇതൊരു 3 മീഡിയം ഉള്ളിയാണ് എടുത്തത്. വഴറ്റട്ടെ നമ്മുടെ ഉള്ളിയും വഴറ്റട്ടെ. നമ്മൾ വഴറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളി വഴറ്റുന്നു എന്ന് പറയാം. ഉള്ളി സ്വതമേ സോട്ട് ചെയ്യുന്നതിന് മലയാളത്തിൽ എന്താ പറയണേ? വഴങ്ങട്ടെ എന്ന് പറയുമോ? ഇങ്ങനെ ഒരു വാക്കുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ളത്? ഓർമ്മിക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞോളൂ. എന്റെ നിഘണ്ടുവിൽ അതും കൂടെ ചേർക്കാം. ഈ അതല്പം കുറച്ച് വെക്കുന്ന ഉള്ളി ഒന്നുകൂടെ ഒന്ന് തിന്ന് നോക്കട്ടെ. എന്നിട്ട് വാ, ചൂടാണ്. മതി, ഉപ്പ് മതി, എല്ലാം മതി. എരിവുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. എരിവുണ്ട്, എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിന് ഫ്ലേവർ ഇല്ല എന്നല്ല, കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കുരുമുളക് പൊടി. അപ്പം ഉള്ളി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ കാടക്കോഴികളെ എടുത്ത് ഇടുകയാണ്. അവരെന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം. തീ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇത് ശരിയാവില്ല അല്ലേ? വേറെ ഒരെണ്ണം എടുത്തിട്ട് വരട്ടെ. 2 മരായുധങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പുറത്ത് പോകാണ്ട് നോക്കണം. കോഴി ചത്താണെങ്കിലും ചിലപ്പോൾ ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അന്നേരം ഉള്ളി ഒരുപാടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഇല്ലല്ലോ, പാകത്തിനല്ലേ? അതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നീ എന്താടാ മല നടക്കണേ? അങ്ങനെയൊക്കെ ഒന്ന് നടക്കുക. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലേറ്റിങ്ങും ടേസ്റ്റിങ്ങും ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനിയും കാണാം. കാട പ്ലേറ്റിംഗ് ചെയ്യാം. പുറത്ത് സോട്ടേഡ് അനിയനും കുറച്ച് വയ്ക്കാം. ഒരു മുളക്. അത് തന്നെ സൂപ്പറാണ് കഴിക്കാനായിട്ട്. പക്ഷെ നമുക്ക് കുറച്ചൊരു ഇത് കൂട്ടണമെങ്കിൽ ഇങ്ങനെയുണ്ട്. സൂപ്പർ അല്ലേ? ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കല്ല, ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഞാനിക്ക് മാത്രം ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ടേസ്റ്റിങ്ങിൽ കാണാം. അപ്പോൾ കോഴി അങ്ങനെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് വിടിവിച്ച് നോക്കാം. ഇതാ, ഒരു പ്രശ്നമില്ലാണ്ട് പോരുന്നുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കാടക്കോഴി. നല്ലോണം വെന്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കാം. കാട വറുത്തത്, അതിൻ്റെ കൂടെ കുറച്ച് വെജീസ്, ക്യാപ്സിക്കം, സുക്കീനി. സൂപ്പറാണ്. അപ്പം നമ്മുടെ കാടക്കോഴിയുടെ കാല് തന്നെ നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. പുറം ഒരു ക്രഞ്ചി മുരി കേക്കായിരിക്കും, അകത്ത് നല്ല സോഫ്റ്റാണ്. സൂപ്പർ. ഇത് മാരിനേഡൊക്കെ അകത്ത് പിടിച്ചിട്ടുണ്ട്. നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാലിൻ്റെ വെച്ചു. ഇനിയിപ്പം വെജിറ്റബിൾ നോക്കട്ടെ. ശരിക്കും വന്നിരിക്കുന്നു. നല്ല ഞെക്കുമ്പോൾ കാണാൻ തോന്നും സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇത് കിട്ടിയാൽ ഇത് മാത്രമേ കഴിക്കുള്ളൂ. അതിൻ്റെ കൂടെ ചോറോ ചപ്പാത്തി പൊറോട്ട ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കും. ഇത് നമ്മൾ കഴിക്കും. വെജിയും അതും കൂടെ എങ്ങനെയുണ്ട് നോക്കട്ടെ. രണ്ടും കൂടെ ഓക്കെ എന്ന് പറയാനൊക്കെയുള്ളൂ. കഴിക്കണമെങ്കിൽ മാത്രമായിട്ട് കഴിക്കുക, വേറെ ഒന്നും ചേർക്കരുത്. ഞാൻ എൻ്റെ ഉള്ളിയുടെ ടേസ്റ്റ് നോക്കട്ടെ. ഓ, എക്സ്പ്ലോഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടെ അടിപൊളി സൂപ്പർ ആയിരിക്കണം. ഇറച്ചിയും ഈ ഉള്ളിയും കൂടെ. ഒരുപാട് വേണ്ട, ജസ്റ്റ് ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം.
അപ്പോൾ ഈ കാട വറുത്തതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, അറിയാവുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സൂപ്പർ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നോട്ടിഫിക്കേഷനും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി കുക്കിംഗ്.